GLPS പയ്യനടം സ്കൂൾ റേഡിയോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ കൃഷ്ണകുമാർ മാഷ്. ഏവർക്കും കഥാമൃതത്തിൻ്റെ 7ാം ദിനത്തിലേക്ക് സ്നേഹസമ്പൂർണമായ സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു സവിശേഷ ദിനമാണിന്ന്. എന്താണ് ജൂൺ 19ൻ്റെ പ്രത്യേകത? വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഒരു മഹാമനീഷി PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണിന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. 1926 അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. 1995 ജൂൺ 19 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. കേരളത്തിൽ 1996 മുതൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കപ്പെടുന്നു. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നു. 2017 മുതൽ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമാണ്. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെൻറ് LP സ്കൂൾ PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. 2004 PN പണിക്കരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും അത്രമേൽ സ്നേഹിച്ച ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ജൂൺ 19 വീണ്ടും ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളായ നിങ്ങളേവരും പുസ്തകത്തിൻ്റെ മായാലോകത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട്. വായനയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. വായന കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? വായനാശീലം നമ്മുടെ ശ്രദ്ധ, ഓർമ്മശക്തി, സഹാനുഭൂതി, സഹകരണം, സ്വയം തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ആശയവിനിമയം സുഗമമായി നിർവഹിക്കാനും ഇതുകൊണ്ട് കഴിയും. വസ്തുതകളെ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ കാണാനും അവയെക്കുറിച്ച് ചിന്തിക്കാനും നമ്മൾ പ്രാപ്തരാകും. നമ്മുടെ ഭാവനയെ ഉത്തേജിപ്പിക്കാൻ വായന വളരെയധികം സഹായിക്കും. ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും വായന വലിയ പങ്ക് വഹിക്കുന്നു. അറിവിൻ്റെ അത്ഭുത ലോകത്തിൽ ചിന്തയുടെ ചിറകിലേറി യാത്ര ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്നു വായന. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നു മുതൽ പുസ്തകങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായി മാറട്ടെ. അറിവിൻ്റെ വലിയ ലോകത്തിലേക്ക് ചിറക് വെച്ച് പറക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് കുതിച്ച് ഉയരട്ടെ. ഏവർക്കും നല്ല വായനാനുഭവം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ കഥാമൃതത്തിൻ്റെ 7ാം ദിനം സമാപിക്കുന്നു.